ഹലോ ഓൾ, എല്ലാവർക്കും ജി കെ വെൽഡൺ PSC ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 15-ാം തീയതി മുതൽ ഓഗസ്റ്റ് 21-ാം തീയതി വരെയുള്ള വളരെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ കറണ്ട് അഫയേഴ്സ് രൂപത്തിലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. എന്നാൽ 76-ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പം തന്നെ നോക്കിക്കോളൂ, കേരളത്തിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കനകക്കുന്നാണ്. കനകക്കുന്ന് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഇതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മുൻവർഷ ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പതാക എവിടെയാണ്? കർണാടകയിലെ വിജയനഗരയിലാണ്. ലോക ചെസ് ഫെഡറേഷൻ ഇന്റർനാഷണൽ ആർബിറ്റർ പദവി ലഭിച്ച മലയാളിയാണ് ജിസ്മോൻ മാത്യു. ഒപ്പം തന്നെ അരവിന്ദ ഘോഷിന്റെ 150-ാം ജന്മവാർഷികമാണ് ഓഗസ്റ്റ് 15. അപ്പം അദ്ദേഹത്തിന്റെ ജനനം 1872 ഓഗസ്റ്റ് 15. അപ്പം നമുക്ക് ചോദിക്കാം, അരവിന്ദ ഘോഷിന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2022 ആഘോഷിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150. ഒപ്പം തന്നെ പ്രശസ്ത നിക്ഷേപകനാണ് രാകേഷ് ജുൻജുവാൻ. അപ്പം അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു വിമാന കമ്പനിയാണ് ആകാശ് എയർലൈൻസ് എന്ന് പറയപ്പെടുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ ആപ്തവാക്യം ഇറ്റ്സ് യുവർ സ്കൈ എന്നുള്ളതാണ്. അടുത്ത് നോക്കാം, കെനിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് വില്യം റൂട്ടോ ആണ്. 3D പ്രിന്റ് കോർണിയ മുയൽ കണ്ണിൽ പരീക്ഷണം നടത്തി. അപ്പോൾ 3D പ്രിന്റഡ് കോർണിയ ആർക്കാണ്? മുയലിലൊരു പരീക്ഷണം നടത്തി. ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒപ്പം ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ഡ്യൂറൻ കപ്പ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഡ്യൂറൻ കപ്പ്. ഇത് നമുക്കിന്ന് ചോദിക്കാം, ഡ്യൂറൻ കപ്പ് ഏത് കായികനുമായി ബന്ധപ്പെട്ട് ആണെന്നാണ് കൂടുതൽ ചോദ്യം വരുന്നത്. ഏതാണ്? ഫുട്ബോളാണ്. ദെൻ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഹുഗ്ലി കപ്പൽ രാജ്യത്തിന് സമർപ്പിക്കുകയുണ്ടായി. ഹൗറയിലെ നസീർ ഗഞ്ചിലാണ് പുതിയ കപ്പൽശാല വരുന്നത്. ഒപ്പം നമുക്കറിയാം, നമ്മളുടെ കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാളാണ്. ഇന്ത്യയുടെ ഡോർണിയർ 228 എയർക്രാഫ്റ്റ് ശ്രീലങ്കയ്ക്ക് നൽകി. ഇത് നോക്കാം, കെനിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വില്യം റൂട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്കിക്കേ, സംസ്ഥാന സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി. നോക്കിക്കോണം, ഏതാണ്? കേരള സവാരി ഇന്നു മുതൽ ആരംഭിച്ചു. സാഹിത്യകാരൻ നാരായണൻ അന്തരിച്ചു. ആദിവാസി സമൂഹമായ മലയന്മാരെ കുറിച്ച് എഴുതിയ നോവലാണ് ഏതാണ്? കൊച്ചരേത്തി എന്നുള്ളത്. അപ്പം ശ്രദ്ധിച്ചോണം, കൊച്ചരേത്തി എന്നുള്ളത് ആരുടേതാണ്? സാഹിത്യകാരൻ നാരായണൻ്റെ ആണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമുള്ള ചരക്ക് തീവണ്ടിയായി വാസുകി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും നീളമുള്ള ചരക്ക് തീവണ്ടി ഏതാണ്? വാസുകിയാണ്. ആർത്തവ അനുബന്ധ സാധനങ്ങൾ സൗജന്യമാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് സ്കോട്ട്ലൻഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. ആർത്തവുമായി ബന്ധപ്പെട്ട് അനുബന്ധ സാധനങ്ങൾ സൗജന്യമാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് സ്കോട്ട്ലൻഡ്. ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ 75 എന്നുള്ളത്. ഇതാണ് സ്മൈൽ 75. അപ്പോൾ ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനായി കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ 75 എന്നുള്ളത്. ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനായി ലക്കി ബിൽ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങി. ലക്കി ബിൽ 2022 ഓഗസ്റ്റിൽ മിനിറ്റ്മാൻ 3 എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് അമേരിക്ക. ഏതാണ്? അമേരിക്ക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനെറ്റ് ഭരണ സമിതിയായ IGF നേതൃത്വ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് അൽകേഷ് കുമാർ ശർമ്മ. ISROയുടെ വിക്ഷേപണ കേന്ദ്രം കുലശേഖരപട്ടണത്ത്. ISROയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നിർമ്മിക്കുന്ന എവിടെയാണ്? കുലശേഖരപട്ടണം. അപ്പം ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ISROയുടെ പുതിയ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം നിർമ്മിക്കുന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം. അതെവിടെയാണ്? ചെന്നൈയിലാണ്, തമിഴ്നാട്ടിൽ. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ തുമ്പയിലാണ്.
റോഡുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി വിജിലൻസിന്റെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സരൽ രാസ്തു 2 എന്ന് പറയുന്നത്. ഇത് നോക്കിക്കോണം, വിജിലൻസ് ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സരൽ രാസ്ത 2 എന്ന് പറയുന്നത്. ദെൻ UAE ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ മലയാളിയാണ് CP റിസ്വാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് AC ഡബിൾ ഡക്കർ പുറത്തിറങ്ങിയത് എവിടെയാണ്? മുംബൈയിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഡഹി ഹാൻഡി കായികനമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏതാണ്? മഹാരാഷ്ട്ര. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കാം, ദഹി ഹാൻഡി കേട്ടോ, ദഹി ഹാൻഡി കായിക ഇനമായി പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്ര. ചൈനയ്ക്കൊപ്പം പങ്കെടുക്കുവാൻ ഇന്ത്യ ക്ഷണം ലഭിച്ചു. 2022 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ റഷ്യയിൽ നടക്കുന്ന ബഹുരാഷ്ട്ര സൈനിക അഭ്യാസമാണ് വോസ്റ്റോക്ക് 2022. ഇമ്പോർട്ടൻ്റ് ആണ്, വോസ്റ്റോക്ക് 2022. വോസ്റ്റോക്ക്. തൊഴിൽ അന്വേഷകർക്കായി പ്രാദേശിക തലത്തിൽ തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. തൊഴിൽ അന്വേഷിക്കുന്നവർക്കായിട്ട് പ്രാദേശിക തലത്തിൽ തൊഴിൽ ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഓസ്ട്രേലിയയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് പിച്ച് ബ്ലാക്ക്. ഓസ്ട്രേലിയയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായി നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഏതാണ്? പിച്ച് ബ്ലാക്ക് എന്ന് പറയുന്നത്. ദെൻ 2022 ഓഗസ്റ്റിൽ ഇന്ത്യ മലേഷ്യ സംയുക്തമായി സംഘടിപ്പിച്ച വ്യോമാഭ്യാസം ഏത്? ഉദരശക്തി. നോക്കിക്കോണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. മാമ്പഴത്തിന് മാന്ത്രികത എങ്ങനെ ലഭിച്ചു എന്ന പുസ്തകം എഴുതിയത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി. സ്പോർഷ്യ ആണവ നിലയത്തിന്റെ സുരക്ഷയിൽ ആശങ്കയെന്ന UN മേധാവി. സപ്പോർഷ്യ ആണവ നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉക്രൈനിലാണ്. ഉക്രൈൻ. ദെൻ ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനമാണ്. ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കാലാവധി നീട്ടി. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? അജയ് ഭല്ലയാണ്. അജയ് ഭല്ല. 2022 ഓഗസ്റ്റിൽ ചന്ദ്രനെ ലക്ഷ്യമിട്ട് നാസ വിക്ഷേപിക്കുന്ന റോക്കറ്റാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള നാസയുടെ ദൗത്യം ഏതാണ്? ആർടെമിസ്. ഏതാണ്? ആർടെമിസ്. ഒപ്പം തന്നെ അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി 8 മണിക്കും 9:30ക്കും. ഒപ്പം 10th ലെവലിന് വേണ്ടിയിട്ടുള്ള 12th ലെവലിനും ഡിഗ്രി ലെവലിനും വേണ്ടിയിട്ടുള്ള മിഷൻ 2023 ബാച്ച് അൺഅക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് കേരള PSC 179 രൂപയ്ക്ക് എന്ത് ചെയ്യാം? ലൈറ്റ് അൺഅക്കാഡമി ലൈറ്റ് സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഷാഫി എന്ന റഫറൽ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 10% ഫീസ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. ഒപ്പം നിങ്ങളുടെ ക്രെഡിറ്റ്സ് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് 164 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. സൗജന്യ ക്ലാസ്സുകൾക്കും അൺഅക്കാഡമിയിൽ നടക്കുന്ന ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത്, രാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി നിയമിതനായതാരാണ്? രാജേഷ് വർമ്മ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഹ്രസ്വ ചലച്ചിത്രമേളയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് റീന മോഹൻ. UAE ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ മലയാളിയാണ് CP റിസ്വാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ദഹി ഹാൻഡി കായികനം പ്രഖ്യാപിച്ചത് മഹാരാഷ്ട്രയാണ് നമ്മൾ പറഞ്ഞിരുന്നു. വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് മനീഷ കല്യാൺ. ഓസ്ട്രേലിയയിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് പിച്ച് ബ്ലാക്ക്. 2022 ഓഗസ്റ്റിൽ ഇന്ത്യ മലേഷ്യ സംയുക്തമായി സംഘടിപ്പിച്ച വ്യോമാഭ്യാസമാണ് ഉദരശക്തി എന്ന് പറയുന്നത്. ജൽ ജീവൻ മിഷന് കീഴിൽ രാജ്യത്തെ ആദ്യത്തെ ഹർ ഘർ ജൽ വാട്ടർ കണക്ഷൻ ടു എവറി ഹൗസ് ഹോൾഡ് സർട്ടിഫൈഡ് സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ജൽ ജീവൻ മിഷന്റെ കീഴിലെ രാജ്യത്തെ ആദ്യത്തെ ഹർ ഘർ ജൽ എവിടെയാണ്? ഗോവയാണ്. കൃഷ്ണ ദി 7th സെൻസസ് എന്ന പുസ്തകം എഴുതിയത് ദേബാഷിക് ചാറ്റർജി. ചണ്ഡീഗഡ് വിമാനത്താവളം ഭഗത് സിംഗിന്റെ പേരിൽ. അപ്പം ആരുടെ പേരിലാണ് ചണ്ഡീഗഡ് വിമാനത്താവളം അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഭഗത് സിംഗിന്റെ പേരിലാണ്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം അഞ്ജീം പാങ്കൽ. അണ്ടർ 20 ഗുസ്തി ചാമ്പ്യൻഷിപ്പ് വേദിയാവുന്നത് സോഫിയ, ബൾഗേറിയയിലാണ്. ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ചബഹാർ. ഇമ്പോർട്ടൻ്റ് ആണ് ചബഹാർ. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശ തുറമുഖ പദ്ധതിയാണ്
ചാബഹാർ എന്ന് അറിയപ്പെടുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കായി മീകോപ്സ് എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇമ്പോർട്ടൻ്റ് ആണ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സമർ ബാനർജി അന്തരിച്ചു. ഒന്ന് നോക്കി വയ്ക്കുക. 65ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് വേദിയാവുന്നത് കാനഡയിലാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. അപ്പോൾ നമ്മുടെ ലോകസഭാ സ്പീക്കറുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ വന്നുകൊണ്ടാണ് അതെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ ഇന്ത്യൻ ബൗളർ ജൂലൻ ഗോസ്വാമി വിരമിക്കുകയാണ്. ദെൻ നിലവിൽ നമ്മുടെ ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശവുമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ BC നിയമനവുമായി ബന്ധപ്പെട്ട കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? ഗോപിനാഥ് രവീന്ദ്രനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 22, 15 മുതൽ 22-ാം തീയതി വരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് 23-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളുടെ കറണ്ട് അഫയേഴ്സ് പത്രവാർത്തകൾ പ്രധാനപ്പെട്ടതെല്ലാം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ മതിയാകും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.